മനോഹരമായ ഒരു വീക്കെൻഡിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രം ഈ ആഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസ് വീക്കായി നമ്മൾ ക്രിസ്മസ് ദിനങ്ങൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഈ മനോഹരമായ ദിനങ്ങളിൽ സ്തോത്രം, ദൈവത്തിന് മഹത്വകരമായ സ്തോത്രം സാക്ഷ്യമുളവാക്കുന്നതായി നമ്മുടെ ജീവിതവും മാറട്ടെ. ക്രിസ്തു യേശുവിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഉള്ളങ്ങളിലെ കർത്താവ് ജനിച്ചിരിക്കുന്നത് ഈ ഡിസംബർ മാസത്തിലെ 25-ാം തീയതി നമ്മൾ കാത്തിരിക്കുന്ന ഈ വരും ദിവസം ലോകം മുഴുവൻ അത് ആഘോഷിക്കുന്നെങ്കിലും ക്രിസ്തു ഉള്ളിൽ ജനിക്കപ്പെട്ടവരായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളാണ് ഭാഗ്യമുള്ളവർ. ഒരിക്കലായി അവൻ നമ്മുടെ ഉള്ളിൽ ജനിച്ചു, എന്നേക്കുമായി നമ്മളിൽ അവൻ ജീവിക്കുന്നു. എല്ലാ വർഷവും അവൻ്റെ പിറവി ദിനമായി നാം ആഘോഷിക്കുന്നില്ല എങ്കിലും സ്വതം ആഘോഷിച്ചാലോ ആഘോഷിച്ചില്ലല്ലോ കുഴപ്പമൊന്നുമില്ല. തമ്പുരാൻ ഒന്നും വിഷയമല്ല. സ്വതം നിങ്ങളുടെ ഉള്ളങ്ങളിൽ ജനിക്കുക എന്നുള്ളതാണ് തമ്പുരാൻ കാംക്ഷിക്കുന്നത്. ദൈവത്തിന് മഹത്വം. കർത്താവിൽ അങ്ങനെ ജനിക്കപ്പെട്ടവർക്ക് ഓർത്ത് സ്തോത്രം. അവരോട് കൂടെ അവൻ്റെ സാന്നിധ്യം ഉണ്ടായും അവരുമായി അവനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സ്വതം വർഷത്തിലൊരിക്കലല്ല അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ദൈനംദിനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായി തീരുവരുമായി. സ്വതം ദൈവത്തിന് മഹത്വം. വളരെ വേഗത്തിൽ ഒരു വചനഭാവം വായിച്ച് പ്രാർത്ഥിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം. 33 Jeremiah 3. എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമുള്ളൂ. നീ അറിയാത്തതായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമുള്ളൂ. യിരെമ്യാവിനോട് പറയുന്നതാണെങ്കിലും ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളോട് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, നീ എന്നോട് വിളിക്ക്, എന്നോട് അപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമല്ല. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ നൽകിയ ആ പദവിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഉറപ്പ് തരികയാണ്, നീ എന്നോട് വിളിച്ചപേക്ഷിക്കും, ഞാൻ എൻ്റെ ഹൃദയം നിനക്ക് പറഞ്ഞു തരാം. അതിമഹത്വവും അഗോചരവുമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ വചനം നീ എടുക്കുമ്പോൾ നിനക്കത് ഗ്രഹിക്കും. ഇതിൻ്റെ ജ്ഞാനം നിനക്ക് പൊരുളുകളെ തിരിച്ച് ഞാൻ തരാം. പരിശുദ്ധാത്മാവ് സ്തോത്രം. ഈ വചനം വായിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത വ്യക്തികളെ നോക്കി പറയുകയാണ്, എനിക്കിത് വായിക്കുന്നുണ്ട്, ഗ്രഹിക്കാൻ കഴിയുന്നില്ല പാസ്റ്ററെ. എന്നാൽ ഇന്ന് ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ കർത്താവിനോട് ചോദിച്ച് കർത്താവ് ഇതിൻ്റെ പൊരുൾ ഗ്രഹിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ ഗ്രഹിപ്പിക്കും. ഈ വാക്യം വായിക്കുമ്പോൾ എല്ലാവരുടെയും ചിന്ത എന്നാന്ന് ചോദിച്ചാൽ അതിമഹത്വവും അഗോചരവുമായ കാര്യങ്ങൾ വെളിപ്പെടുത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് വലിയ പ്രവചനം, വലിയ വാഗ്ദത്വം, രാജ്യങ്ങളെ പറ്റിയുള്ള ദൂതുകളും ഒക്കെ പറയാനുള്ള വെമ്പലിരിക്കുന്നത്. സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുവുമായുള്ള ബന്ധത്തെ പറ്റിയുള്ള ദൂത് ആദ്യം വെളിപ്പെടുത്തുക, എന്നിട്ടല്ലേ മറ്റുള്ളവരെ വെളിപ്പെടുത്തുന്നത്. സ്വന്തം കാര്യത്തെപ്പറ്റി ഒരു ലക്ഷ്യവുമില്ല, പൊട്ടി വട്ടം പോലെ പൊയ്ക്കൊണ്ടിരിക്കുക. എന്നിട്ട് വലിയ കാര്യങ്ങൾ പ്രവചിക്കാൻ നമ്മൾ നടക്കുക. ലോകത്തെ പ്രവചിക്കണം, നാട്ടുകാരുടെ കാര്യം പ്രവചിക്കണം. ഇല്ല, സ്വന്തമായി പ്രവചിക്കുക. നീ ആരായിരിക്കുന്നു, ക്രിസ്തുവിൽ ഞാൻ ആരായിരിക്കുന്നു എന്ന് നീ തന്നെ പ്രവചിക്കുക. ഞാൻ എന്തായി തീരുന്നു എന്ന് നീ പ്രവചിക്കുക. സ്വതം എനിക്കും നിങ്ങൾക്കും നിങ്ങളെപ്പറ്റി സ്വന്തമായ ഒരു പ്രവചനം ഉണ്ടാവണം പ്രിയമുള്ളവരെ. സ്വതം അത് കർത്താവിനോട് ചോദിച്ചാൽ പറയും, നീ എന്നോട് ചോദിക്കുക, നീ എന്നോട് വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അറിയാം. നീ ആരായിരിക്കുന്നു, നീ എന്തായിരിക്കുന്നു, നീ എന്തായി തീരും എന്നുള്ള പറയും. മറ്റുള്ളവർ എന്തായി തീരും എന്നുള്ളത് അറിയാനാണ് നമുക്കൊക്കെ വ്യഗ്രത, അല്ലേ? നമ്മൾ ആരായി തീരുമെന്ന് അറിയാൻ നമുക്കൊരു വ്യഗ്രത വേണ്ടേ? എന്നിട്ട് വലിയ മിടുക്കന്മാരെന്ന് പറയുന്ന കോടീശ്വരന്മാർ പോയി വഴിയരികിലിരിക്കുന്ന സ്വതന്ത്രം കീറ്റപ്പ വിരിച്ച് അതിലിരിക്കുന്ന ഉടുതുണി മാറി കൊടുക്കാൻ ശേഷിയില്ലാതെ 3 നേരം കഴിക്കാൻ ശേഷിയില്ലാതെ പച്ചത്തത്തെയും കൂട്ടിലിട്ട് വച്ചിരിക്കുന്ന ചീട്ടും വെച്ചുകൊണ്ടിരിക്കുന്ന ചില അമ്മച്ചിമാരുടെ അരികിൽ പോയി കൈ നീട്ടിയിരിക്കും. ഏത് വലിയ ചെയിനും കോടികളുമായിട്ട് അവർക്ക് അവരുടെ ഗതിയെ മാറ്റാൻ പറ്റുന്നില്ല. അന്നേരമാണ് ഈ പോയിരിക്കുന്ന ഇവൻ്റെ ഗതിയെ മാറ്റാനായിട്ട് ഗതി എന്താകുമെന്നറിയാൻ പോയിരിക്കുന്നത്. സ്വതന്ത്രം എന്ന് പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾ. സ്വതന്ത്രം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ള കാഴ്ചപ്പാട്, കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ചാൽ നിനക്ക് ഉത്തരമറിയും. ഏത് അതിമഹത്വവും അഗോചരവുമായ കാര്യങ്ങൾ. നീ ആര് മനുഷ്യൻ്റെ രീതിയിലും പോയി കരനീട്ടണ്ട. ഈ ഒരു മനുഷ്യൻ അവർ പക്ഷിയാശ്രക്കാരൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നെങ്കിൽ ഇവിടെ ദൈവമക്കൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവദാസന്മാരുടെ കീഴെ പോയി ഇങ്ങനെ നിന്ന് കൊടുക്കുക. അവർക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. സ്തോത്രം. ചുമ്മാതെ പറയുന്ന. പിന്നെ അവരെല്ലാം ദിവ്യന്മാരാന്ന് അവർ സ്വയം പ്രഖ്യാപിച്ചത് കൊണ്ട് അങ്ങനെ ദിവ്യന്മാരായിട്ടിരിക്കുന്നു. കുറേ പേര് അതെല്ലാം കൂടെ കണ്ടവരെ ദിവ്യന്മാരാക്കി വാഴ്ത്തി നടക്കുന്നു. ഫാൻസ് അസോസിയേഷൻ അവരെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ തല്ലിക്കൊല്ലാനും വീറാടും വാശിയാനും പോസ്റ്റ് ഒട്ടിക്കാനും ഫേസ്ബുക്കിൽ എഴുതി നശിപ്പിക്കുവാനും ഒക്കെ ആയിട്ട് വീറോടെ ചാവേറുകളായി കുറേ പേര്. ഇന്ന് ദൈവത്തിന് വേണ്ടി എഴുതാനോ ദൈവത്തിന് വേണ്ടി നിൽക്കാനോ ദൈവത്തിൻ്റെ കാര്യം അന്വേഷിക്കാനോ ദൈവത്തെ പറ്റി പറയാനോ ആളില്ലാത്തൊരു കാലഘട്ടം. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റ് അതല്ല, നമുക്ക് പ്രാർത്ഥിക്കാം. വിളിച്ചപേക്ഷിച്ചാൽ അതിമഹത്വവും അഗോചരവുമായ കാര്യങ്ങൾ വെളിപ്പെടുത്തും. ഈ കാലഘട്ടത്തെ പറ്റി വെളിപ്പെടുത്താം, വരാൻ പോകുന്ന കാലഘട്ടത്തെ പറ്റി വെളിപ്പെടുത്താം, എൻ്റെ ഭാവിയെ പറ്റി എന്നോട് വെളിപ്പെടുത്തും, എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി എന്നോട് വെളിപ്പെടുത്തും, എൻ്റെ ദൈവിക പദ്ധതികളെപ്പറ്റി, എന്നിലൂടെ നടത്തുവാനുള്ള ദൈവിക പദ്ധതിയെപ്പറ്റി, ആലോചനകളെപ്പറ്റി പറയും. യഥാർത്ഥത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഒരുവൻ അറിയേണ്ടത്, ഞാൻ ക്രിസ്തുവിൽ ആരായിരിക്കുന്നു, ഞാൻ ആരായിത്തീരും, എന്നെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്, ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്, ഞാൻ എങ്ങനെയാണ് പോകേണ്ടത്, അതിനുവേണ്ടി നമുക്കൊന്ന് വിളിച്ചപേക്ഷിക്കാം. അപ്പോൾ ഉത്തരമല്ല നേതാലും പറഞ്ഞു. അതിമഹത്വവും അഗോചരവുമായ കാര്യം. മഹത്വമേറിയ കാര്യമാണ്. മഹത്വമേറിയ കാര്യം എന്ന് പറഞ്ഞാൽ സ്വർഗീയമായ കാര്യമാണ്, അല്ലേ? മഹത്വം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ കാര്യമല്ല, സ്വർഗീയ കാര്യമാണ് മഹത്വം എന്ന് പറഞ്ഞാൽ. സ്വർഗീയ മഹത്വത്തെ പറ്റി എന്നോട് നിങ്ങളോട് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്, സ്വർഗീയ മഹത്വത്തെ പറ്റി. അപ്പോൾ മഹത്വകരമായ കാര്യങ്ങൾ
രഹസ്യങ്ങൾ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സ്വർഗീയ കാര്യങ്ങളെ വെളിപ്പെടുത്തുമെന്നാണ്. അത് അഗോചരമായത് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ കഴിയാതെ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി തരും. അത് വെളിപ്പെടുത്തി തരാൻ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുവാൻ പറഞ്ഞിരിക്കുക. യെരമ്യാവിനോട് പറഞ്ഞിരിക്കുക, ഞാൻ വെളിപ്പെടുത്തി തരാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന നാം, തിരുവചനം ധ്യാനിക്കുന്ന നാം, ക്രിസ്തുവിനെ പറ്റിയുള്ള മർമ്മത്തെപ്പറ്റിയും ആഴത്തെപ്പറ്റിയും ഗ്രഹിക്കുവാൻ തിരുവചനത്തിൽ പിതാവ് പറഞ്ഞ വാഗ്ദത്ത പ്രകാരം ഒന്ന് വിളിച്ചപേക്ഷിക്കുന്നത് നല്ലതാണ്. യേശുവിനെ പറ്റിയുള്ള വെളിപ്പാടുകളാൽ നിറയാൻ, ആത്മാവിൻ്റെ ഗൈഡൻസിനെ പറ്റി നിറയുവാൻ, ദൈവരാജ്യത്തെ പറ്റിയുള്ള ആലോചനകളാൽ നിറയപ്പെടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അങ്ങനെ ക്രിസ്തുവിൽ ശ്രേഷ്ഠരായ ഒരു ജീവിതത്തിന് നമ്മൾ ഉടമകളായിത്തീരും. ഒരു വിശുദ്ധ ജീവിതത്തിന് ഉടമകളായിത്തീരും. ഒരു സ്വർഗീയ ജീവിതത്തിന്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായവരുടെ ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ മാറുവാനിടയായിത്തീരും. ദൈവത്തിന് മഹത്വം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രമാദത്തിൽ യെരമ്യാവിനോട് പറഞ്ഞ ആ പദം ഞാൻ ഇന്ന് നമുക്ക് ഒരുമിച്ച് ഏറ്റെടുക്കാം. എന്നെ വിളിച്ചപേക്ഷിക്കുക. കർത്താവെ, ഞാൻ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമറിയണമേ. ഞാൻ അറിയാത്ത മഹത്തായ അഗോചരവുമായുള്ള കാര്യങ്ങളെ പിതാവെ അവിടുന്ന് എനിക്ക് അറിയിച്ചു തരണമേ. സ്വതം പിതാവ് അവിടുന്ന് അറിയിച്ചു തരും. ഈ പായൽ കേട്ടോ, ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളില്ലേ? നാട്ടുകാരോട് ചോദിക്കുക അല്ലേ, ഗൂഗിളിനോട് ചോദിക്കുക. ഗൂഗിളിനോടൊക്കെ ചോദിച്ചാൽ കുറേ നോളെ കിട്ടും. ഇപ്പോൾ ChatGPT ഒക്കെ വന്നുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ കിട്ടും. AI ഒക്കെ ഉള്ളതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ കിട്ടും. ഗൂഗിളിൽ കിട്ടുന്നതിലും കിട്ടും. പക്ഷെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് എവിടെയാണ്? സർവശക്തൻ. ഇതിനെല്ലാം ChatGPTയും AIയും ഗൂഗിളും എല്ലാം മെടഞ്ഞവനേക്കാൾ ആ സർവശക്തൻ അവങ്കിലേക്കൊന്ന് മുഖമുയർത്തി വിളിച്ചപേക്ഷിക്കുക. എൻ്റെ തലമുറ എങ്ങനെയായിത്തീരും, എൻ്റെ പങ്കാളി എങ്ങനെയായിത്തീരും, എൻ്റെ കുടുംബജീവിതം എങ്ങനെയായിത്തീരും, എൻ്റെ ഭാവി എങ്ങനെയായി, കർത്താവിൽ ഞാൻ എന്തായിത്തീരും, കർത്താവ് അങ്ങേക്ക് എന്നെ പറ്റിയുള്ള പദ്ധതി എന്താണ്, എപ്രകാരമാണ് ഞാൻ തീരുമാനമെടുക്കേണ്ടത്, ഏത് കോഴ്സാണ് ഞാൻ പഠിക്കേണ്ടത്, ഏത് ജോലിയിലേക്കാണ് ഞാൻ കാൽ വയ്ക്കേണ്ടത്, എങ്ങനെയാണ് എൻ്റെ കുടുംബജീവിതത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത്, എങ്ങനെയാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടത്, എങ്ങനെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്, ഏത് രീതിയിലാണ് നടക്കേണ്ടത്, കുടുംബത്തെ എങ്ങനെ പരിജ്ഞാനത്തോടെ കൊണ്ടുപോകണം, എങ്ങനെ സൗഹൃദത്തെ നിലനിർത്തണം. സ്വതന്ത്രം ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ, അതിമഹത്വവും അഗോചരവുമായ നിലയിൽ കർത്താവ് എന്നോട് സംസാരിക്കുന്നതിന് ഇടപെടുവാനും നിലനിൽക്കുവാനും കഴിയും. ഈ പ്രഭാതം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രി ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിൻ്റെ നാമത്തിൽ തിരുസലിലേക്ക് അടുത്തു വരികയാണ്. കൃപയുടെ കരങ്ങളെ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ അതിമഹത്വവും അഗോചരവുമായ കർത്താവേ സ്വതന്ത്രം കാര്യങ്ങൾ ഞങ്ങൾക്കൊന്ന് ഗ്രഹിപ്പിച്ചു തരണമേ. സ്വർഗീയ മഹത്വത്തെ പറ്റി കൂടുതൽ ആഴങ്ങളിൽ അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിളിയെയും തെരഞ്ഞെടുപ്പിനെയും പറ്റിയുള്ള പൂർണ്ണ ബോധ്യത്തെ ഞങ്ങൾക്ക് തരണമേ. കൃപയുടെ കരങ്ങളെ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഹൃദയങ്ങളിൽ കർത്താവെ ഭാരങ്ങളെ എടുത്തു മാറ്റി കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ പകൽ ഞങ്ങൾ കടന്നു പോകുന്ന വഴികൾ അനുഗ്രഹമായി തീരട്ടെ. എല്ലാ ദോഷങ്ങളും ഞങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകട്ടെ. കർത്താവ് നന്മയുടെ കവാടങ്ങൾ തുറന്നു വരട്ടെ. സകലത്തിലും ഒരു അനുഗ്രഹമാകട്ടെ. കാൽ ചവിട്ടുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സംസാരിക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഉടമ്പടികൾ അനുഗ്രഹമായി തീരട്ടെ. കൃപയുടെ കരങ്ങളിൽ തിരി ആരോഗ്യത്തെ അവിടെ നിന്ന് സംരക്ഷിക്കണമേ. കൃപതരമേ. നല്ല ആഹാരങ്ങളെ നൽകണമേ. കർത്താവെ നല്ല മാന്യതകളെ നൽകണമേ. ഉള്ളംകരങ്ങളിൽ ഓരോ പ്രിയപ്പെട്ടവരെയും തിരി ഈ ആഴ്ച ഇത്രത്തോളം നടത്തിയ കൃപയ്ക്കായി സ്വതം കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും ചേർത്ത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ചാനലിലുള്ള കുടുംബാംഗങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നു. കർത്താവിയുടെ മീറ്റിങ്ങുകളെല്ലാം അനുഗ്രഹിക്കുന്നു. ശ്രേഷ്ഠതയോടെ നടത്താനോട് സഹായിക്കണം. പിതാവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ലവ് യു. നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ടെക്സ്റ്റ് ചെയ്യാൻ മറക്കേണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. സ്തോത്രം. നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. പിന്നെ നമ്മുടെ ഫ്രൈഡേ സൺഡേ മീറ്റിങ്ങുകളിലെല്ലാം പ്രിയപ്പെട്ടവർ ജോയിൻ ചെയ്യാൻ കഴിയുന്നവർ ഓൺലൈൻ ചെയ്യണം. ഇപ്പം നമ്മൾ ലൈവായിട്ടാണല്ലോ ചെയ്യുന്നത്. മാക്സിമം ചെയ്യണം, റീച്ച് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കാം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വൺസ് അഗൈൻ ലവ് യു ഡിയർ.